പത്തനംതിട്ടയിലേതുൾപ്പെടെയുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ കേരളത്തിലെ സാധാരണ ബി.ജെ.പി പ്രവർത്തകർ അസ്വസ്ഥരാണെന്നാണ് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ പുതിയ പ്രതികരണം. അനിൽ ആന്റണിക്ക് ശേഷം പത്മജ കൂടി രാജിവെച്ചപ്പോൾ കോൺഗ്രസിന്റെ അഭിമാനത്തിനാണ് ക്ഷതമേറ്റത്. ഈ അവസരത്തിൽ ടി സിദ്ദിഖ് ഫേസ്ബുക്കിലൂടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് എത്തിയിരിക്കുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെ: പല സംസ്ഥാനങ്ങളിലും ജനസ്വാധീനമുള്ള നേതാക്കളെ ചാക്കിട്ട് പിടിക്കാൻ കഴിയുമ്പോൾ ബി.ജെ.പി കേരള ഘടകത്തിന് കിട്ടുന്നതത്രയും ഓട്ടക്കാലണകൾ. തനിക്കും സമൂഹത്തിനും ഒരു ഉപകാരവും ഇല്ലാത്തവരെയും പാരമ്പര്യത്തിന്റെ തഴമ്പു മാത്രം കൈമുതലായവരെയും പേറേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർ. ഇരുട്ടി വെളുക്കുമ്പോൾ സ്വന്തം നിലപാട് മാറ്റുന്ന എ.പി. അബ്ദുള്ളക്കുട്ടി മുതൽ പി.സി. ജോർജ് വരെയുള്ളവരെ ഇങ്ങനെ സ്വീകരിക്കേണ്ടി വന്നതാണ്. സ്വന്തം കാർ ഡ്രൈവറെ പോലും കൂടെ കൊണ്ടുപോകാൻ ത്രാണിയില്ലാത്ത അനിൽ ആന്റണി മുതൽ പത്മജ വേണുഗോപാൽ വരെയുള്ളവരാണ് മറ്റൊരു കൂട്ടർ. ഒറ്റുകാരെ പോലെ സ്ഥാനമാനങ്ങൾക്കു വേണ്ടി വിലപേശിയ ശേഷം ആർത്തി പൂണ്ടാണ് ഇവരെല്ലാം ബി.ജെ.പിയിലെത്തിയത്. ഗഹനമായ രാഷ്ട്രീയ വിവരമോ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോ ഇല്ലാതെ ഭാഗ്യാന്വേഷികളായി ബി.ജെ.പിയിൽ ചേക്കേറിയ അനിൽ ആന്റണിയും പത്മജയും ബി.ജെ.പിക്ക് തന്നെ ബാധ്യതയായി മാറുമെന്നാണ് സംഘപരിവാർ നേതൃത്വത്തിന്റെ അഭിപ്രായം. മോദിയെ വാഴ്ത്തുകയും രാഹുൽ ഗാന്ധിയെ പഴി പറയുകയും ചെയ്യുക എന്നത് മാത്രമാണ് രാഷ്ട്രീയ പ്രസംഗമെന്ന് കരുതുന്ന അനിൽ ആന്റണി തനിക്ക് കിട്ടുന്ന വേദികളിലെല്ലാം സ്വയം പരിഹാസ്യനാവുന്നത് പതിവാണ്. യു.ഡി.എഫിന് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ഡലങ്ങൾ കൈവെള്ളയിൽ വെച്ചു നൽകിയിട്ടും തോറ്റമ്പിയ ചരിത്രം മാത്രമുള്ള പത്മജ ബി.ജെ.പിയിൽ ചേർന്നത് സാമ്പത്തിക സുരക്ഷിതത്വവും ഇ.ഡി അന്വേഷണത്തെ പ്രതിരോധിക്കാനുമാണെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത്. ബി.ജെ.പിയിൽ ചേർന്നില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാവുമെന്ന ഭീഷണി ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്നാണ് തിടുക്കത്തിലുള്ള തീരുമാനമുണ്ടായത്. അനിലിനെയും പത്മജിയെയും ബി.ജെ.പിയിൽ എത്തിക്കാൻ ചരട് വലിച്ചത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറാണ്. ഇരുവരുടെയും പൈതൃക പേര് കണ്ടിട്ടാണ് പ്രകാശ് ജാവദേക്കർ ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നതെങ്കിലും മെമ്പർഷിപ്പ് കാശ് കിട്ടുമെന്നതല്ലാതെ മറ്റൊരു ഗുണവും ബി.ജെ.പിക്ക് ഉണ്ടാവില്ലെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. തീരുമാനം വന്ന ശേഷം പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ച കേരളത്തിൽ നിന്നുള്ള RSS നേതാക്കൾ രാഷ്ട്രീയ ചിത്രം വ്യക്തമായി വിവരിച്ചെന്നാണ് ലഭ്യമാവുന്ന വിവരം. സമൂഹത്തിനും പ്രസ്ഥാനത്തിനും ഒരു ഗുണവുമില്ലാത്തവരെ ആരവത്തോടെ ആനയിക്കുന്നത് ഭാവിയിൽ തിരിച്ചടിയാവുമെന്നും സ്വന്തം വീട്ടിൽ പോലും ചലനമുണ്ടാക്കാൻ പറ്റാത്തവരാണ് ഇവരെന്നുമാണ് RSSന്റെ അഭിപ്രായം. CPM പാളയത്തിൽ നിന്നും ചേക്കേറിയ അൽഫോൺസ് കണ്ണന്താനം മുതൽ പത്മജ വരെയുള്ള ഗതികിട്ട പ്രേതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന് എന്ത് ഗുണമാണുള്ളതെന്നാണ് മുതിർന്ന RSS നേതാവ് ചോദിച്ചത്. ഏതാനും മാസം മുൻപ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ പി.സി. ജോർജിന്റെ കാലുമാറ്റം ഉൾക്കൊള്ളാൻ ഇപ്പോഴും പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. അബ്ദുള്ളക്കുട്ടിമാരുടെ പ്രേതഭൂമിയായി കേരള ബി.ജെ.പി അധപതിക്കുന്നുവെന്നും ഇവർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകുന്നത് പരിഹാസ്യമാണെന്നും പരിവാർ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരമ്പരാഗത ബി.ജെ.പി പ്രവർത്തകരെ അവഗണിച്ച് അടുത്ത കാലത്ത് ബി.ജെ.പിക്കാരായി നിറം മാറിയ സി രഘുനാഥ്, സംവിധായകൻ മേജർ രവി, നടൻ ദേവൻ എന്നിവർക്ക് സ്ഥാനം നൽകിയിട്ട് എന്ത് രാഷ്ട്രീയ ചലനമാണ് ഉണ്ടാക്കിയതെന്നും അവർ ചോദിക്കുന്നു. അനിൽ ആന്റണിമാരെ മുന്നിൽ നിർത്തിയാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ബി.ജെ.പിയിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്ന ഭയവും ഒരു വിഭാഗത്തിനുണ്ട്. കഴിഞ്ഞ തവണ എ ക്ലാസ് മണ്ഡലമായി ബി.ജെ.പി പ്രഖ്യാപിക്കുകയും ഇത്തവണ കുമ്മനം രാജശേഖരനോ ഗോവ ഗവർണർ P.S. ശ്രീധരൻ പിള്ളയോ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്ത പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ കൊണ്ടുവന്നത് പരമ്പരാഗത ബി.ജെ.പി കേന്ദ്രങ്ങളിൽ വലിയ വോട്ടു ചോർച്ചയ്ക്ക് വഴിവെക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ ആഹ്ലാദത്തോടെ മാൻഡ്രേക്ക് പ്രതിമ സ്വീകരിച്ച് കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ് കേരള ബി.ജെ.പി ഘടകമെന്ന് കനത്ത മറുപടിയായി ടി സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. രാവും പകലും കോൺഗ്രസിനൊപ്പം നിന്ന് ബി.ജെ.പിയിലേക്ക് പോയ നേതാക്കളെയും ഇപ്പോഴും ബി.ജെ.പിയിൽ കൊടികുത്തി വാഴുന്ന നേതാക്കളെയും ടി സിദ്ദിഖിന്റെ ഈ മറുപടി ഇരുത്തി ചിന്തിപ്പിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.